Old bazaar, like old market. Yeah. Right. Bazaar is also how we say in India, like in Kerala. Yeah. Bazaar, I think we had some Middle Eastern That is- influence back in those times. That is B, this is P. Bazaar. We say it with a P. Oh, bazaar. is it? Okay. നമ്മളിപ്പോൾ ഉള്ളത് കെയ്റോ കാസ്റ്ററിലാണ്. ഇവിടെ എന്തോ പരിപാടി നടക്കണമെന്ന് തോന്നുന്നു. കുറേ സാധനങ്ങളൊക്കെ ഒന്ന് കൊണ്ടു വെച്ചിട്ടുണ്ട്. എന്താ പരിപാടി എന്നറിയില്ല. നല്ല വെയിലാണ്, ചുട്ടുകൊള്ളുന്ന വെയിൽ. Sorry. Explain once for Emotions, bro. emotions. So what's the speciality of this bazaar? So the old bazaar, back in the day in the 17th century, Yeah. was like for traders. Okay. Was used for traders, Okay. and it's one of the oldest bazaar in Albania. Oh, all right. നമ്മളിപ്പോൾ ഓൾഡ് ബസാറിലൂടെയാണ് പോയിക്കണത്. ബസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ്, പക്ഷേ ഇവിടെ പി ആണ്, ബസാർ എന്നാണ് പറയുന്നത് അൽബേനിയൻ ലാംഗ്വേജിൽ. എന്താണ് ഈ സ്ഥലം കണ്ടിട്ടുണ്ടോ തോന്നുന്നു? ഇത് ഭയങ്കര ഇതല്ലേ, നമുക്ക് പടവും പാട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇംതിയാസ് അലിയുടെ ഒക്കെ സ്ഥലം, പടമൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലം. അതെ, ഓക്കെ. ഇപ്പോൾ കുറേ അധികം ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കാസിലാണ് അങ്ങോട്ട് പോണത്, കെയ്റോ കാസ്റ്റർ കാസിൽ. കുറച്ച് സ്റ്റെപ്സ് കയറാനുണ്ട് മേളിലേക്ക്. കാറ് മുകളിലേക്ക് പോകുന്നുണ്ട്, പക്ഷെ നമ്മൾ താഴത്താണ് പാർക്ക് ചെയ്തത്. പിന്നെ ഫേസ് ഒക്കെ കണ്ടില്ലേ, വേർത്ത് കുളിച്ച്. Down, Okay. and you put it in the water. Oh yeah. All right. It's called Chai Kamomili. സോ ഗൈസ്, ഈ പാലസ് 12th സെഞ്ച്വറിയിലാണ് ഉണ്ടാക്കിയെന്ന് പറയണേ. അതായത് ഓട്ടോമൻ ഭരണത്തിൻ്റെ സമയത്താണ് ഉണ്ടാക്കിയത്, 12th സെഞ്ച്വറി. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അറൗണ്ട് 500 ഇയേഴ്സോളം ഓട്ടോമൻ സാമ്രാജ്യമാണ്, ഓട്ടോമൻ കിങ്ഡമാണ് അൽബേനിയ ഭരിച്ചിരുന്നു വെച്ചത്. അപ്പോൾ അവരുടെ സമയത്താണ് ഈ കാസിൽ ഇവിടെ ഉണ്ടാക്കിയത്. കയറിനേക്കാളും പാടാണ് ഇറങ്ങാൻ. ഇപ്പോൾ ആണെങ്കിലും മറിഞ്ഞു കിട്ടി താഴത്ത് വീഴാം. ഫുള്ള് മറ്റേ ചെറിയ ചെറിയ കല്ല് ഉള്ള പാതയാണ്. ഗൈസ്, നമ്മൾ ഫുഡ് കഴിക്കാനിരിക്കുകയാണ്. എന്താണ് എല്ലാവരും ഒന്ന് ഓർഡർ ചെയ്തത്? എന്തോ ഒരു അൽബേനിയൻ സാധനം ഓർഡർ ചെയ്തത് തവിക്കോസി. അത് എന്ന് പറഞ്ഞാൽ റൈസ് ഉണ്ട്, ഒരു പ്ലാറ്റർ പോലെയാണ്. റൈസും അതിനകത്ത് ലാമ്പിൻ്റെ മീറ്റും പിന്നെ യോഗേർട്ട് പോലത്തെ ഒരു ഗ്രേവി സെറ്റപ്പ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബൈറക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ, ചിക്കൻ, പിന്നെ ടൊമാറ്റോ ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. ഇതാണ് ഓർഡർ ചെയ്തത്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ബാക്കി നമ്മൾ ഓർഡർ ചെയ്ത് മേടിച്ചാണ്. ഇതെന്താ സാധനം? ഇത് തവിക്കോസ എന്നതിൻ്റെ പേര്. ഓക്കെ. അതാണ് ഇത് ബിറക്ക്. ബിറക്ക്. ഇത് ചിക്കൻ ബിറക്കാണ്. നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്നുള്ളത്. നല്ല ഫ്ലേവർഫുള്ളാണ്, പക്ഷേ സ്പൈസൊന്നുമല്ല. പക്ഷെ അത്യാവശ്യം മൈൽഡായിട്ടുള്ള സ്പൈസ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഡെസേർട്ടും കൂടി ഓർഡർ ചെയ്തു. അടിപൊളി ഡെസേർട്ടാണ്. ഡെസേർട്ട് എങ്ങനെ ചോദിച്ചേ? ഇത് ആപ്പിൾ പൈ ആണ്. അതിൻ്റെ മുകളിൽ എന്തോ ഹേസൽ നട്ടിൻ്റെ സോസും പിന്നെ എന്തോ ഒരു കുറച്ച് നട്ട്സ്, ഞാൻ പേര് പറഞ്ഞു. നല്ല ഞാൻ എന്തോ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ ഷീപ്പിൻ്റെ മിൽക്ക് വെച്ച് ഉണ്ടാക്കിയ എന്തോ ഒരു ഡെസേർട്ടാണ്. എൻ്റെ പേര് ഞാൻ പറഞ്ഞു, ഓഷോ എന്നെങ്ങാണ്ടാണ് അതിൻ്റെ പേര്.
ഓജറാന്നൊന്നുമല്ല, വേറെ എന്തോണ് പേര്, ഓജെന്നോ Oza. അടിപൊളിയായിരുന്നു ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ഫുഡായിരുന്നു. ലൈക്ക് അൽബേനിയൻ ട്രഡീഷണൽ ഫുഡായിരുന്നു എല്ലാം. അതായത് കഴിച്ച 2 ഫുഡും പിന്നെ ഡെസേർട്ടും എല്ലാം ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ കഴിച്ച റെസ്റ്റോറൻറ്റ് 17th സെഞ്ച്വറിയിലുള്ള റെസ്റ്റോറൻ്റാണ്, 1700കളിലുള്ള റെസ്റ്റോറൻ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് അത്രയും പഴക്കം ഉള്ളൊരു റെസ്റ്റോറൻറ്റിൽ കഴിക്കണം. പക്ഷേ പഴക്കമുള്ള റെസ്റ്റോറൻ്റാണ്, പക്ഷേ പഴകിയ ഫുഡല്ല. കോമഡി അല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് വിട പറയുകയാണ്. ഈ ഗെറോകാസ്റ്ററിൽ നിന്ന് നമ്മൾ ഇനി പോവുകയാണ് ഇവിടുന്ന്. ഇനി വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ ടാക്സി എടുക്കുന്നു, ടാക്സി കയറുന്നു, നേരെ ടിരാനയിലേക്ക് വിടുന്നു. ഇവിടെ നിന്നൊരു 3.5 മണിക്കൂർ യാത്രയുണ്ട്. അൽബേനിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അത്ര നാളൊന്നും ആയിട്ടില്ല. ഒരു 4 വർഷമൊക്കെ ആയിട്ടുള്ളൂ അൽബേനിയ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട്. അതുവരെ അങ്ങനെ ഇറ്റലിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെയാണ് കുറച്ച് വന്നുകൊണ്ടിരുന്നത്. വെച്ചാൽ ഇവിടെ ഇപ്പോൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ് യൂറോപ്പിൽ നിന്നും ഇറ്റലിയാണ് കൂടുതൽ. കാരണം ഇവിടുന്ന് 1/2 മണിക്കൂറുള്ളൂ ഇറ്റലിയിലേക്ക്. എന്താ പറയുക, സീ സൈഡ് സീ വഴി പോകണമെങ്കിൽ, കടൽ വഴി പോകണമെങ്കിൽ 1/2 മണിക്കൂറുള്ളൂ ഇറ്റലിയിലേക്ക്. പിന്നെ ഗ്രീസ് നോക്കുകയാണെങ്കിൽ 45 മിനിറ്റ് ഉള്ളൂ ഇവിടുന്ന്. ഗ്രീസിൻ്റെ ഒരു കോൺസുലേറ്റ് ഉണ്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഗ്രീസിൻ്റെ ഫ്ലാഗ് കാണാൻ പറ്റും, അത് ഗ്രീസിൻ്റെ കോൺസുലേറ്റാണ്. അപ്പോൾ അവിടെ നിന്നുള്ള പിന്നെ ഫോറിനേഴ്സാണ് കൂടുതലൂടെ തന്നെ. പിന്നെ അതുപോലെ ഇന്ത്യൻസിൻ്റെ ഇത് കൂടിയിട്ടുണ്ട് ഇപ്പോൾ ഈയിടെയായിട്ട്. കാരണം നമുക്കിപ്പോൾ നാട്ടിൽ നിന്ന് പറയുകയാണെങ്കിൽ ഈ വിസ വഴി വരാം, പിന്നെ UKBRP ആണെങ്കിൽ ഫ്രീ ആയിട്ട് വരാൻ പറ്റുന്നതുകൊണ്ട് കുറേ പേര് അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓപ്ഷനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറേ പേര് അൽബേനിയ ഓപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടൂറിസം വളരെ വലിയൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയണേ. ഇവിടെ ഇപ്പോൾ കറൻ്റ്ലി അഗ്രികൾച്ചറൊക്കെയാണ് മെയിനായിട്ട് ഉള്ള ഇൻഡസ്ട്രി. പിന്നെ എന്താ പറയുക, ലെതർ പോലുള്ള ലെതർ മാനുഫാക്ചറിങ് അതുപോലുള്ള പരിപാടികളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒലിവ്, നമ്മൾ പറഞ്ഞ വഴിക്ക് കുറേ കണ്ടിട്ടുണ്ടാവും, ഒലിവ് ട്രീസൊക്കെ കുറേ കണ്ടായിരുന്നു. അതിൽ നിന്ന് ഒലിവ് ഓയിൽസും പിന്നെ ഒലിവ്സൊക്കെ ഉണ്ടാക്കണതാണ് മെയിനായിട്ടുള്ള പരിപാടി ഇവിടെ ഈ വാലീസിലൊക്കെ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ടീ പ്ലാന്റേഷൻസും കോഫി പ്ലാന്റേഷൻസ് എല്ലാം ഇവിടെയുണ്ട്. ഗൈസ്, നമ്മൾ കോഫി കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അടിപൊളി വ്യൂവിൽ ഒരു കോഫി. ഗൈസ്, നമ്മളങ്ങനെ തിരിച്ച് ടിരാനയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി, ഒരു 10-15 മിനിറ്റ്സിൽ നമ്മൾ ടിരാനയിലെത്തും. അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട്. കുറേയധികം ബിൽഡിങ്സ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്, കുറേയധികം ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അലക്സ് മച്ചാൻ നമ്മളെ ടിരാന സിറ്റി സെൻറ്ററിൽ ഡ്രോപ്പ് ചെയ്ത് നമ്മൾ സിറ്റി സെൻറ്ററിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. ഫസ്റ്റ് ഡേ വിസിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു ബങ്കറുകൾ. ഇത് അൻവർ ഹോജയുടെ സമയത്ത് ഉണ്ടാക്കിയൊരു ബങ്കറാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയത്. അപ്പം ഇത് നമ്മുടെ ലാസ്റ്റത്തെ ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പം ഈ ഒരു ബങ്കർ കണ്ടിട്ട് വേണം നമുക്കിനി ഫ്ലൈറ്റ് എടുത്ത് തിരിച്ച് UK പോകാൻ. ആക്ച്വലി ബങ്കാർട്ട് 1 ഇതാണ്. ഇത് അല്ല, ഇത് ബങ്കാർട്ട് 2. ബങ്കാർട്ട് 2 എന്ന് പറഞ്ഞാൽ വിക്ടിംസിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. ഇവരുടെ ഈ
എറയിലുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ സമയത്തുണ്ടായിരുന്ന അതെ അട്രോസിറ്റീസ് നേരിട്ട വിക്ടിംസിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇതുണ്ടായത്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന മിനിസ്ട്രി ഓഫ് അഫയേഴ്സിൻ്റെ റൂമും പിന്നെ ആരൊക്കെ ഇരുന്ന് വിക്ടിംസ്, പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, അവരുടെയൊക്കെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. ഒരുമാതിരി ടോർച്ചറും ഇങ്ങനെയൊക്കെ ടോർച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതായത് കാലൊക്കെ മുറിച്ചിട്ട് അതിൽ ഉപ്പിടുക, അങ്ങനത്തെ കുറെ വികൃതികളായിരുന്നു ഇവരുടെ. അതായത് കാലൊക്കെ തല്ലി പൊളിക്കുക. കുറേ പെണ്ണുങ്ങളെയൊക്കെ ആ സമയത്ത് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ട്രോമറ്റൈസിങ് എക്സ്പീരിയൻസ് ആണ്. നെഗറ്റീവാണ്, കാരണം വളരെ ശോകമായ കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ അവര് മറ്റേ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വെച്ചാൽ മറ്റേ ടെലിഫോണുകള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, ആൾക്കാരെ സ്പൈ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങള്. എന്തായാലും വർത്താണ് ഒരു പ്രാവശ്യം കണ്ടു നോക്കാൻ. ഹിസ്റ്ററി താല്പര്യമുള്ള കയറാൻ വേണ്ടി ഒരാൾക്ക് 9 യൂറോ നമുക്ക് ചെലവ് വന്നത്. അങ്ങനെ ബങ്കർ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സമയം നല്ല രീതിയിൽ ലേറ്റായി. പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനോ ഫ്ലൈറ്റിൽ എങ്ങനെയും കയറി പറ്റാന്നുള്ളതായിരുന്നു. പെട്ടെന്ന് തന്നെ പട്ടോക്ക് വെച്ചിട്ടൊരു ക്യാബ് എടുത്ത് നേരെ നമ്മളെ എയർപോർട്ടിൽ വന്നപ്പോഴത്തേനും ശരിക്കും ലേറ്റായിരുന്നു ആക്ച്വലി. പക്ഷേ മാക്സിമം പെട്ടെന്ന് തന്നെ സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം തീർത്ത് അകത്ത് കയറി. എയർപോർട്ടിൻ്റെ അകത്ത് വെച്ച് തന്നെ ഒരു സൈൻ ഓഫ് വീഡിയോ എടുക്കാമെന്നായിരുന്നു എൻ്റെ പ്ലാനെങ്കിലും, പക്ഷേ പറ്റിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേനും ആക്ച്വലി നല്ല ടയേർഡായതുകൊണ്ട് ഉറങ്ങിപ്പോയി. ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു, കാരണം അൽബേനിയയിൽ ഞാൻ പറഞ്ഞില്ലേ ഒടുക്കത്തെ മഴ ആയതുകൊണ്ട് ഫ്ലൈറ്റ് നല്ല രീതിയിൽ ഡിലേ ആയി. അപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ചേരം കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് പിന്നെ എന്താ പറയുക, ഈ സൈൻ ഓഫ് ചെയ്യാനും ഒന്നിനും സമയം കിട്ടിയില്ല. നേരെ പിന്നെ ഫ്ലൈറ്റ് വന്നപ്പോൾ അതിൽ കയറി പിന്നെ കിടന്ന് ഉറങ്ങി. അങ്ങനെ അൽബേനിയൻ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ കാർഡിഫിൽ തിരിച്ചെത്തി. ഫുള്ള് ഓട്ടപ്പാച്ചിലായിരുന്നു. അൽബേനിയയിൽ നിന്ന് ടിരാനയിൽ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കിട്ടാനും അവിടെ നിന്ന് പിന്നെ തിരിച്ച് ലണ്ടനിൽ നിന്ന് കാർഡിഫിലേക്ക് ബസ് കിട്ടാനൊക്കെ ഫുള്ള് ഓട്ടമായിരുന്നു. സുജേഷേ, ടിരാന ട്രിപ്പിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ലായിരുന്നു. എല്ലാവരും ലൈഫിൽ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അധികം എക്സ്പെൻസീവ് അല്ല, പ്രത്യേകിച്ച് യു കെയിലുള്ളവർക്ക് വലിയ ഹാസിലില്ല പോകാനായിട്ട്. പിന്നെ അവിടെ അത്ര ഡെവലപ്ഡ് ഒന്നുമില്ല, അപ്പോൾ പല സ്കാമൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും. നമ്മളും പ്ലാൻ ചെയ്തിട്ടൊക്കെ തന്നെയാണ് പോയത്. അതെ, പക്ഷെ നമ്മൾ അവിടുത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണമായിരിക്കും. അപ്പോൾ പോലെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മളത് കുറച്ചുകൂടി നന്നായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ട് നമുക്ക് വലിയ തട്ടുകേടുകളൊന്നും ഇല്ലാതെ തിരിച്ചെത്താൻ പറ്റി. നമ്മൾ ഒരു കാര്യം പറയാനുണ്ട്. ഒരു വിസ് എയറിൽ നമുക്കൊരു പണി കിട്ടിയായിരുന്നു. അതായത് വിസ് എയറിൽ നിങ്ങൾ എപ്പോഴും ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ ശ്രമിക്കാന്നല്ല, മസ്റ്റായിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവർ 40 യൂറോ ഒരാളുടെ നിന്ന് ചാർജ് ചെയ്യും. നിങ്ങൾ ടർക്കിയിൽ നിന്നൊക്കെയാണ് പറയുകയാണെങ്കിൽ 80 യൂറോ ചാർജ് ചെയ്യുമെന്നാണ് ഞങ്ങൾ കേട്ടത്. ഞങ്ങളുടെ അങ്ങനെ 80 രണ്ടുപേരും കൂടി 80 യൂറോ നമ്മുടെ 75 കൊണ്ട് നമ്മുടെ ലോസ്റ്റായി. അപ്പോൾ അത് ചെയ്യുക, കാരണം നമ്മുടെ ഫോണിൽ ചാർജ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ പറ്റിയില്ല, നെറ്റും ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റാഞ്ഞ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ നമുക്ക് കുറേ സ്കാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഹോട്ടൽസിൻ്റെ കാര്യങ്ങൾ. പക്ഷെ നമ്മളെല്ലാം അവിടെ നിന്ന് നീന്തിക്കിടന്ന് ചാടിക്കിടന്ന്. പക്ഷെ ലാസ്റ്റായപ്പോൾ കാശ് പോയി. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ നോർമലാണല്ലോ. ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴും എത്ര ബഡ്ജറ്റ് ഒരു 300 താഴെ ആയുള്ളൂ. ഇപ്പോഴും ഒരാളുടെ 250 ആ റേഞ്ചുള്ളൂ. നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്, സ്ഥലങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമുണ്ടായില്ല. നോർമലാണല്ലോ, എല്ലാ ട്രിപ്പിലും നോർമലാണ്. ഓരോ ട്രിപ്പിലും നമ്മൾ ഓരോന്നൊക്കെ പഠിക്കാനുണ്ടല്ലോ. ഓരോ ട്രിപ്പിലും ഓരോ കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ടാവുമല്ലോ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ട്രിപ്പിൽ പഠിച്ചു. ഈ ട്രിപ്പിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് ട്രിപ്പിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോകും. അതെ, ഇതൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാനുള്ളൊരു മാർഗമായിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓക്കെ ഗൈസ്, എന്നാൽ ശരി, ബൈ.